അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിരിക്കാൻ റെഡി ആയിക്കോളൂ. ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു വട്ടവളയും വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കും. ഈ കാന്തപുരം വിഭാഗമൊക്കെയാണ് നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലാ നമ്മൾ ഈ ലേഖനമൊക്കെ, ഈ കാന്തപുരം വിഭാഗത്തിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോ ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാം കാന്തപുരമൊക്കെ എന്താണോ ഇവര് പറയുന്നത് അതേ അനുസരിച്ചാണ് ഇവിടെ LDF മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് ഈ ഹിന്ദുത്വവൽക്കരണം എന്നൊക്കെ പറയുന്ന ഇവരെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ ആളുകൾ വന്ന് ചിന്തിച്ചു നോക്കൂ. മതവുമായി ബന്ധപ്പെട്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാട് മുഴുവൻ കെട്ടിപ്പൊക്കുന്ന ഒരു കൂട്ടം ആളുകളല്ലേ ഈ കാന്തപുരം വിഭാഗം എന്ന് പറയുന്നത്. നാട് മുഴുവൻ മതത്തിന്റെ പേരിൽ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുക മാത്രമല്ല, ഒരുവിധം സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇവര് തന്നെ സ്വന്തം ഉണ്ടാക്കിയ സിലബസുകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നില്ലേ? മതവുമായി ബന്ധപ്പെട്ട് മാത്രം മുതലെടുത്ത് മുന്നോട്ട് ജീവിക്കുന്ന ഈ ഒരു കൂട്ടം ആളുകള് ഹിന്ദുത്വവൽക്കരണത്തിനെതിരെ നിരന്തരം ഉറഞ്ഞു തുള്ളുന്നത് കാണാം. ഇതിപ്പോ ലേറ്റസ്റ്റ് വേർഷനാ നമ്മൾ ഈ കാണുന്നത്. അതിസുന്ദരമായ ഒരു കാഴ്ചയാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ മുസ്ലിം സമുദായ സംഘടനയായിട്ടുള്ള കാന്തപുരം വിഭാഗത്തിന്റെ കാന്തപുരം AP അബൂബക്കർ മുസല്യാരും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എല്ലാ രീതിയിലുള്ള ഭാരതീയ സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിഥിയെ വളരെ വലിയ രീതിയിൽ സ്വീകരിച്ചിരിക്കുന്നു. മാത്രവുമല്ല 94 വയസ്സുള്ള AP അബൂബക്കർ മുസല്യാരെ ഇരുത്തിയിട്ട് ആ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നു, നമ്മുടെ സംവിധാനങ്ങൾ, കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരു അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ ഈ വേട്ടാവളിന്റെ വീഡിയോസ്. ഇപ്പൊ ഞാൻ കേട്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി നിൽക്കാൻ വയ്യ. ഇന്നലെ വരെ, അതായത് ശ്രീ നരേന്ദ്രമോദിയെ AP ഉസ്താദ് കാണുന്ന വരെ സമസ്തയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ AP ഉസ്താദിനെ കുറിച്ചും മകനെ കുറിച്ചും നാട്ടിൽ തീവ്രവാദം വളർത്തുകയാണെന്നും മതപരമായിട്ട് മാത്രമാണ് ഇയാളൊക്കെ ജീവിക്കുന്നതെന്നും മറ്റുള്ള മതക്കാരെ അംഗീകരിക്കാത്ത വ്യക്തിയാണെന്നും സുഡാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് വളരെ മോശപ്പെട്ട രീതിയിൽ വീഡിയോ ചെയ്ത അതേ വ്യക്തിയെ കൊണ്ട്, അതേ നാറിയ വായും കൊണ്ട് എന്ത് ചെയ്തു പറയാണ്, കണ്ടില്ലേ, നോക്കൂ, കണ്ണ് തുറന്ന് നോക്കൂ, നമ്മുടെ ശ്രീ നരേന്ദ്രമോദിയെ AP ഉസ്താദ് പോയി കണ്ടു. നമ്മുടെ ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം. അങ്ങേര് പോയി കണ്ട് അങ്ങേരുടെ കൈ കൊടുത്ത് നമ്മുടെ ഈ നാട്ടിൽ മുസ്ലിങ്ങളെ കൂടെ ശ്രീ നരേന്ദ്രമോദി അംഗീകരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഘോര കുരയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രീ നരേന്ദ്രമോദി ഇസ്ലാമിനോ മുസ്ലിങ്ങളൊക്കെ എതിരൊന്നും അല്ല, അതിൽ നമുക്ക് വലിയ ഇതൊന്നുമില്ല. പക്ഷെ എതിരി എങ്ങനെ വരുന്നു? ഇതുപോലെയുള്ള ബ്ലോഗർമാർ വീഡിയോ ചെയ്യുന്ന നാറികൾ മുസ്ലിം സമുദായത്തിനെ മുസ്ലിം രീതിയിൽ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള വീഡിയോസും കണ്ടന്റും കൊണ്ടുവരിക, എന്നിട്ട് അടിച്ച് ആക്ഷേപിക്കുക മുസ്ലിം സമുദായത്തെ. ചില വ്യക്തികൾ, ചില സംഘടനകൾ എന്നല്ല അവർ പറയുന്നത്. വ്യക്തമായിട്ട് മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും പെട്ട്, ചില മുസ്ലിങ്ങൾ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല. അതിൽ തീവ്രവാദമുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ഇവനെ പോലെയുള്ള നാറികൾ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ്? അടിച്ച് ആക്ഷേപിച്ചിട്ടാണ് പലപ്പോഴും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയ സുഹൃത്തുക്കളെ, ഇവനക്ക് എത്ര ഡാഡിയാണെന്ന് ഞാൻ ചോദിക്കൂല, അത് നിങ്ങൾ കമന്റിലൂടെ പറയുക. ഇന്നലെ വരെ സംസ്ഥേനെയും അതുപോലെ തന്നെ കാന്തപുരത്തിനെയും സുഡാപ്പിയെന്നും തീവ്രവാദികളെന്നും തീവ്രവാദം വളർത്തുകയാണെന്ന് പറഞ്ഞ ഈ നാറി ഇന്ന് വന്നിട്ട് പുള്ളി മോദിയെ പോയി ഒന്ന് കണ്ടപ്പോൾ ശ്രീ നരേന്ദ്രമോദി അതുപോലെ തന്നെ കാന്തപുരം ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ്, ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ലെജൻഡുകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള പ്രസ്ഥാനത്തിൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള
കഴിവുകൾ തെളിയിച്ചതാണ്. അതിൻ്റെ റിസൾട്ട് നമുക്കൊക്കെ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നും യാതൊരു വിരോധമില്ല. പക്ഷേ ഇതുപോലെയുള്ള ഊച്ചാളി ബ്ലോഗർമാർ തീർച്ചയായിട്ടും നമ്മുടെ ഇടയിലേക്ക് വർഗീയതയും തമ്മിലടിയും ഉണ്ടാക്കിക്കൊണ്ടുള്ള വിഷയങ്ങളെ കൊണ്ടുവരുമ്പോഴാണ് എന്താകുന്നു ഇവിടെ ആളുകൾ ഭിന്നിച്ചു പോകുന്നത്, തമ്മിലടിയായി പോകുന്നത്. അല്ലാതെ അവർക്കൊന്നും ഇത് യാതൊരു പ്രശ്നമില്ല, അവർക്കൊന്നും ഇത് അറിയേണ്ട കാര്യവുമില്ല. അവരെ സംബന്ധിച്ചോളം ഇതിൻ്റെ അകത്ത് 4 വോട്ട് കിട്ടുമോ അത് ആരെ വേണമെങ്കിലും ഒരു സപ്പോർട്ട്. ഇപ്പോൾ ഇവൻ വന്നിട്ട് ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിനോട് യാതൊരു സപ്പോർട്ടും ഇല്ല കേട്ടോ. നമ്മൾ ജമാഅത്തിൻ്റെ ആളുമല്ല, ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആളുമല്ല. ഞാൻ പറയാണ്, ഇപ്പം ഇന്ന് വന്നിട്ട് ഇവൻ പറയുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമികൾ തീവ്രവാദം വളർത്തേണ്ട തീവ്രവാദികളാണ്. അതായത് ഇന്നലെ AP ഉസ്താദിനെ എങ്ങനെയൊക്കെ പറഞ്ഞോ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരളത്തിലുള്ള BJP നേതാക്കന്മാർ ഈ ജമാഅത്ത് ഇസ്ലാമുമായി കൂട്ടായി കഴിഞ്ഞാൽ പിന്നെ വന്ന് പറയുന്നറിയോ, കണ്ടില്ലേ, നോക്കൂ, കണ്ണ് തുറന്ന് നോക്കൂ, നിങ്ങൾ ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമുമായിട്ട് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP സർക്കാർ കൂട്ടുകൂടിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇവിടെ മുസ്ലിം സമുദായത്തിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയൂ. ഇവന്റെയൊക്കെ തലക്കകത്ത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും പറയാനുണ്ട്. പക്ഷെ അടിച്ചാക്ഷേപിക്കരുത്, അതാണ് വിഷയം. അപ്പോൾ ഏതൊരു സർക്കാർ ആയിക്കോട്ടെ, ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഏതൊരു വിഭാഗമായിക്കോട്ടെ, അതിൻ്റെതായിട്ടുള്ള അതിലെല്ലാം ഓരോരോ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം നമ്മൾ എടുത്ത് പറയാം, വിഷയമില്ല. പക്ഷെ ഒരു സമുദായത്തെയോ ഒരു പാർട്ടിയോ മറ്റുള്ള ആളുകളെയൊക്കെ ഒറ്റയടിക്ക് അടിച്ചാക്ഷേപിക്കരുത്. ഇതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ഇന്നലെ വരെ കാന്തപുരം ഉസ്താദിനെയും അതുപോലെ തന്നെ സംസ്ഥേനയെയും കുറിച്ച് വളരെ മോശമായിട്ട് തീവ്രവാദികളെന്നും തീവ്രവാദം വളർത്താണെന്ന് പറഞ്ഞ അതേ നാറിയ വായും കൊണ്ട് ഇപ്പോൾ അത് പറയാണ്, കണ്ടില്ലേ, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ നേതാവിനെ ശ്രീ നരേന്ദ്രമോദി കൈകൊടുത്ത് അങ്ങേക്ക് വീൽ ചെയറിൽ എണീക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ 95 വയസ്സായ മനുഷ്യനാണ്. അപ്പോൾ ഇയാൾ ഒരാളെ ഇരുത്തിക്കൊണ്ട് സംസാരിച്ചത്. ഇവരൊക്കെ അത്രേ ബോധമുള്ളൂ, അങ്ങേക്ക് എണീക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഒരു നേതാവിനെ, മുസ്ലിം സമുദായത്തിലെ ഒരു നേതാവിനെ എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഈ നാറി അപമാനിച്ചിട്ട് ഇന്ന് വന്നിട്ട് ശ്രീ നരേന്ദ്രമോദിയായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അപ്പം തന്നെ ബെൽറ്റ് അടിച്ച് വീണടത്ത് കടന്ന് പിന്നെ ഉരുളല. എന്തായാലും ഈ നാളിയുടെ ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ടാവും, സംസ്ഥാനത്തെ കുറിച്ചിട്ടും കാന്തപുരത്തെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞതൊക്കെ. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന വിഷയം. പക്ഷെ ഇന്ന് വന്നിട്ട് വേറെ രീതിയിലേക്ക് പറയുമ്പോൾ അപ്പം നിങ്ങൾ ചിന്തിക്കണം, ഇന്നലെ വരെ നിങ്ങൾ എന്ത് പറഞ്ഞു, ഇന്ന് എന്ത് വന്ന് പറയുന്നു എന്നുള്ളത്. മനസ്സിലായ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ബ്ലോഗർമാർ ഒരുപാട് കേരളത്തിൻ്റെ അകത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ മുസ്ലിങ്ങളെയും മുസ്ലിം സമുദായത്തെയും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചിത്രീകരിക്കുന്നുണ്ട്. അത് അവരുടേതായിട്ടുള്ള വോട്ട് ബാങ്ക്. വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും മുസ്ലിം സംഘടന ഇവരുടെ പാർട്ടിയിലേക്ക് ചേരുകയോ അല്ലെങ്കിൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ പിന്നെ എല്ലാം മറന്ന് പിന്നെ അവർ രാജ്യസ്നേഹിയായി. ഇതെനിക്ക് ഈ ഒരു ലോജിക്ക് എനിക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റൂല പ്രിയ സുഹൃത്തുക്കളെ. ശ്രീ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നമ്മുടെ സമസ്തയിലുള്ള നേതാവായ കാന്തപുരവും കൂടിക്കാഴ്ച നടത്തിയത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതിലെനിക്ക് യാതൊരു എതിർപ്പുമില്ല. കാരണം കേരളം തീർച്ചയായിട്ടും കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്കും കേരളത്തിനും എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയായിട്ടും ആ പാർട്ടിയായിട്ടൊക്കെ കണക്ഷൻ വെക്കുന്നത് നല്ലത് തന്നെയാണ്, അതിലൊന്നും എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഇതുപോലെയുള്ള നാറിയ ബ്ലോഗർമാർ ഒരു മുസ്ലിം സമുദായത്തെയും മുസ്ലിം നേതാക്കന്മാരെയും തീവ്രവാദിയാക്കുകയും ശത്രുവശത്ത് വെക്കുകയും ചെയ്യുന്നത് നമുക്കിവിടെ അംഗീകരിക്കാൻ പറ്റില്ല. അതിനെയാണ് ഇവിടെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ നാറിയെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിൽ പറയുക.